അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പെരുന്നാളിനുള്ള ക്യാഷ് അറബി ഉമ്മ അയച്ചതിനെക്കുറിച്ച് ഉമ്മ മകനോട് പറയുകയാണ്. നല്ലൊരു അറബിച്ചായിരുന്നത്, നല്ല സ്നേഹമായിരുന്നു. പക്ഷേ മോളെ കെട്ടിച്ച വീട്ടുകാർ കുറച്ച് മോശമായിപ്പോയി. എല്ലാം കൊണ്ടും നമ്മൾ നന്നാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നതും ഒക്കെ. എന്താ ചെയ്യുക, നമ്മളെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി. കുഴപ്പമില്ല, ബാപ്പ കുഴപ്പമില്ല, നാത്തൂനും കുഴപ്പമില്ല അത്രേ. പിന്നെ ഓലെ ഉമ്മയും മോനും കണക്ക് തന്നെയാണ് രണ്ടാളും. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുട്ടിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. ഓളെ അറബി ഉമ്മ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മോനെ എന്ത് ഈ പറയണത്? അതെ ഉമ്മ, ഓളെ കൂട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലോ മുഹ്സിന അവിടെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഓളെ കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. മോനെ അങ്ങനെങ്കിലും കാട്ടിക്കൊടുക്ക് ഓൾക്ക്. എന്നിട്ട് അവിടെയൊക്കെ പോയി ഉമ്രയൊക്കെ ചെയ്ത് വരട്ടെ എൻ്റെ കുട്ടി. അറബി ഉമ്മ അന്നും വിളിച്ചിരുന്നല്ലോ. അന്ന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴും ഓലെ പെരക്കാരയച്ചില്ല. അന്ന് സിനാനോട് കുറേ കൊണ്ടുപോകാൻ വേണ്ടി അറബി ഉമ്മ പറഞ്ഞിരുന്നത്രേ, പക്ഷെ കൊണ്ടുവന്നില്ല. വീട്ടുകാരയച്ചതുമില്ല. ആ തള്ള ഉമ്മ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓലോട് കൊണ്ടുവരാൻ പറഞ്ഞാലൊക്കെ അവിടുത്തെ വീട്ടുജോലിക്കാർ നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ഓള് വിട്ടില്ല, അതല്ലേ അതിൻ്റെ കണക്ക്. അന്ന് പാസ്പോർട്ട് വരെ എടുത്തിരുന്നു, എല്ലാം എടുത്ത് സെറ്റാക്കിയപ്പോൾ ഇവിടെ പോയി എനിക്കിവിടെ ആരാ? അല്ലെങ്കിൽ എൻ്റെ കാലുകൊണ്ട് ഊരോണ്ടും വയ്യ. എന്നിട്ടിപ്പോൾ സിനാൻ അവളെ കൊണ്ടുപോവേ, അതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മ ഞാൻ കൊണ്ടുപോയി കാട്ടിക്കൊടുക്കും അവളെ. അറബി ഉമ്മയുടെ വീടും എനിക്കറിയാം എല്ലാം. ഞാൻ അവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോയതാണല്ലോ. അതുമാത്രമല്ല എൻ്റെ ഫ്രണ്ട് കൂടിയാണ് നാഫി ഉസ്താദ്. ഞാൻ കൊണ്ടുപോയിക്കോളാം ഓളെ. പക്ഷേ ഉമ്മ ഒരിക്കലും സിനാനെ എൻ്റെ കുട്ടിയെ കാണാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അതെനിക്കിഷ്ടമല്ല. അതിന് മോനെ ഓന് നാട്ടിലല്ലേ, ഈ ഓളോട് ചോദിച്ചു നോക്ക് പറ്റുമെന്നുള്ളത്. നേരെ അതാ മുഹ്സിനയുടെ അടുക്കലേക്ക് വരുന്നു ആങ്ങള മുഹ്സി. അവൾ നല്ല സങ്കടത്തിലായിരുന്നു. മുഹ്സി മോളെ, എന്തായാലും കഴിയാനുള്ളത് കഴിഞ്ഞ്, നിൻ്റെ ജീവിതത്തിൽ പലതും ഉണ്ടായി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒന്നും ഓർത്ത് ഇനി നീ വിഷമിക്കണ്ട. ഞാൻ മോൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സർപ്രൈസോ? എന്ത്? ഒന്നുമല്ല, വാ നമുക്ക് സൗദിയിലേക്ക് പോകാം. സൗദിയിലേക്കോ? എന്തിന്? അറിയില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നീ നൂർ ഫാത്തിമയുടെയും ഉസ്താദിൻ്റെയൊക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നിന്നോട് വരാൻ പറഞ്ഞിട്ട് അവർ നിന്നെ കൊണ്ടുപോയില്ലല്ലോ, നിന്നെ സമ്മതിച്ചില്ലല്ലോ. സിനാനും കൊണ്ടുപോയില്ല, ആ തള്ള അയച്ചതുമില്ല. പിന്നെ ഇപ്പം എന്താ, നീ എൻ്റെ കൂടെ പോര്, വാ. ഒരിക്കലും കൈവിടാതെ ഞാൻ നിന്നെ നോക്കൂ. ഞാൻ നിൻ്റെ ചോരയാണ്, കൂടപ്പിറപ്പാണ്, അല്ലാതെ പിന്നീടുണ്ടാക്കിയൊരു ബന്ധമല്ല. ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ കൂടെ സൗദിയിലേക്ക് ഞാൻ വരും. ഉംറയൊക്കെ ചെയ്ത് പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ക്ലിയറാക്കി പറയണം. പഴയതൊന്നും ഓർക്കാതെ നമുക്ക് പുതിയൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാം. എന്താ, എങ്ങനെയുണ്ട്? അവൾ പൊട്ടിക്കരയുകയായിരുന്നു. ഇക്കാക്ക. എന്താ മോളെ, നിനക്ക് ഇത്രയും നല്ലൊരു ഇക്കാക്ക? അതൊക്കെ ശരി തന്നെയാണ്. സൗദിയിലേക്ക് പോകുന്നതും ഉംറ ചെയ്യുന്നതും അറബി ഉമ്മയെ കാണുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്താ പെണ്ണെ, ഇതിനും വലിയൊരു ഭാഗ്യം നിനക്ക് കിട്ടാണ്ടോ? എന്തിനാണ് ആ കൊലപാതകിയായ അവൻ്റെ കൂടെ നീ പോകുന്നത്? അത്രക്കും ദ്രോഹിക്കുന്ന ആ അമ്മായിമയത്തിന് നിനക്ക് വേണം? അവരുടെ കൂടെ ജീവിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? നീ എന്താ ഞങ്ങളുടെ മനസ്സിലൊന്ന് ഞങ്ങളെ മനസ്സൊന്നും നീ എന്താ മനസ്സിലാക്കാത്തത്? എനിക്ക് മോളെ, നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമോ? അവന് അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും സ്നേഹമുള്ള ഭർത്താക്കന്മാർ ചെയ്യുന്ന പണിയാണോ ഇത്? മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരിക, എന്നിട്ട് അവരവിടെ വീട്ടിലേക്ക് കയറ്റുക. നിൻ്റെ കുട്ടി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നീ അന്ന് ബോധരഹിതയായി വീണത് നീ ഓർക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് നീ. അത്രക്കും വലിയൊരു അവിടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അത് ഏതെങ്കിലും ആണായ ഒരുത്തൻ ചെയ്യണ പരിപാടിയാണോ മറ്റൊരു പെണ്ണിനെ കൂടെ കൊണ്ട് ഇക്ക പറവണ്ണേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഞാൻ നിൻ്റെ നാത്തൂൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണിനെ കൂടെ കെട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് സഹിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂടെ നിനക്ക്? അങ്ങനെയൊക്കെ ചെയ്ത് കടുപ്പം കാട്ടിയിട്ട് പോരാത്ത് നിനക്ക് ഉപദ്രവം ഏൽപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാണ്. എന്താ പിന്നെ നിന്നെ മുകളിലത്തെ റൂമിൽ നിന്ന് ഇറക്കി വിടുകയാണ്. നീ താഴെ കിടന്നാൽ മതി, ഇനി മുകളിൽ നിനക്ക് പറ്റില്ല. പെണ്ണെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിനക്ക് എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൾ നിൽക്കുമോ എൻ്റെ കൂടെ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണിത്. നീ ഒന്ന് ചിന്തിച്ച് നോക്ക് പെണ്ണെ. ഒരിക്കലും ഒരു പെണ്ണും ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഏതെങ്കിലും പെണ്ണിന് സഹിക്കാൻ കഴിയും? ഏതെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്ക്. വല്ല മാനസിക രോഗികൾക്ക് വേണമെങ്കിൽ അവരൊരു പക്ഷേ ഒന്നും എതിർക്കില്ലായിരിക്കും. പക്ഷെ ബാക്കി ശരിക്ക് ബുദ്ധിയുള്ള ഒരു പെണ്ണെങ്കിലും സമ്മതിക്കോ സ്വന്തം ഭർത്താവിനെ കൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചത് കാണാൻ, അല്ലെങ്കിൽ അതിനെ കൂട്ടു നിൽക്കാൻ? നീ എന്താ ഇങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിങ്ങോട്ട് പോരല്ലേ വേണ്ടത്? നീ അവിടെ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടിയല്ലേ? അല്പം നിനക്കൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. ഇക്കാക്ക എന്താ നിനക്കെന്തേ പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്ന്. ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. ഇക്കാക്ക പറ. ഞാൻ ഇന്ന് നിൻ്റെതെല്ലാം കേൾക്കുന്നുണ്ട്. പറ, നിനക്ക് എന്താ വേണ്ടത്? നീ തീരുമാനിച്ചതിക്ക്. ഇക്കാക്ക ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്താ? സിനു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് അത് ഒരിക്കലും സിനു നിക്കാഹ് കഴിച്ചിട്ടില്ല. പിന്നെന്താ? അവളെ ചാടിച്ചു കൊണ്ടുവന്നാണോ? അല്ല. കൂടെ പോന്നതാണോ? ചാടിപ്പോന്നതാണോ? അല്ല. പിന്നെന്താ? അത് ഉമ്മയെ വെറുതെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഗൾഫിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. എൻ്റെ പെണ്ണെ, നിന്നെ ഇത്രക്കും അവനങ്ങ് പറഞ്ഞ് പറ്റിച്ചു വെച്ചുല്ലേ? എന്തിനാ ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരാളുടെ അന്യ പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുമോ? ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണാന്ന് പറഞ്ഞിട്ട് അത്രക്കും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്താ പെണ്ണെ നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ? കാക്ക അല്ല, നിങ്ങൾ ചോദിച്ചു നോക്കി എല്ലാവരോടും. ആരോട്? എനിക്ക് ആരോടും ചോദിക്കാനൊന്നുമില്ല. നിനക്ക് നിൻ്റെ ഇഷ്ടം പോലൊക്കെ തീരുമാനിക്കാം. ഞാൻ ഒന്നും ഇനി ഇടപെടണില്ല കേട്ടോ നിൻ്റെ കാര്യത്തിൽ. ഇങ്ങനൊരു ഇക്കാക്ക നീ ഇല്ലയെന്ന് വിചാരിച്ചോ? ഇങ്ങനൊരു ഇക്കാക്കേൻ്റെ പെങ്ങളല്ല നീയെ. എനിക്ക് ഇങ്ങനൊരു ഇക്കാക്ക അല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിൻ്റെ ഇഷ്ടം പോലൊക്കെ തീരുമാനിക്കാം. ഇക്കാക്ക നിങ്ങൾ ചോദിച്ചു നോക്കണം. ആരോട്? ആര്? ഷായോ? ഷാഹിനയോട്. ആര് ഷാഹിന? സിനാൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോട് ഒന്ന് ചോദിച്ചു നോക്കണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് അല്ലേ എന്തായാലും ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമാണെന്നോ? അല്ല, കാര്യങ്ങളൊക്കെ അവൾ തുറന്ന് പറയും. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതാണ് സിനു. ഒരിക്കലും അങ്ങനെയൊന്നും. എൻ്റെ പെണ്ണെ, ഞാനും ഒരു ആണാണ്. എനിക്കും അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ അറിയായൊന്നുമില്ല. എനിക്കുണ്ടൊരു ഭാര്യയും കുഞ്ഞും. അവൾ ഞാനിതൊക്കെ പറഞ്ഞിട്ടൊരു തെറ്റിദ്ധരിപ്പിച്ചൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ സമ്മതിക്കുമോ? എന്താ എൻ്റെ പെണ്ണ, ഞാൻ നിന്നെ കൊണ്ട് നിനക്ക് ആ ഹസ്തനത്തിൻ്റെ ഒരു തൻ്റെ ഇടം പോലും ഇല്ലല്ലോ. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നീ താത്തയല്ലേ? താത്താരിങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എൻ്റെ പെണ്ണെ? ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്താ ഇങ്ങനെ? ഇക്കാക്ക ഞാൻ കാല് പിടിക്കാം. എന്തിന്? അങ്ങനെ കാല് പിടിക്കാനൊന്നും എന്ത് തെറ്റാണ് നീ ചെയ്തത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എന്താ വേണം പറഞ്ഞോ. ഞാൻ കേൾക്കാം, ഞാൻ തയ്യാറാണ്. ഇക്കാക്ക ഷാഹിനയോടൊന്ന് സംസാരിക്കണം. ഷാഹിനയോടോ? അതെങ്ങനെ? ഷാഹിന വീട്ടിലേക്ക് പോയിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ഷാഹിനയോട് ഒന്ന് സംസാരിക്കണം. അവളെല്ലാം തുറന്ന് പറയും.
എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവളോട് ചോദിച്ചാൽ അവൾ എല്ലാ കാര്യങ്ങളും പറയും, സത്യങ്ങളെല്ലാം പുറത്തു വരും. ഒരിക്കലും സിനു അല്ല ഒന്നും ചെയ്തത്. എൻ്റെ പെണ്ണെ, സ്വന്തം ബാപ്പയും ഉമ്മയുമാണ് പറഞ്ഞത് ഈ കാര്യം. ഒരു പെറ്റ ഉമ്മയും ജന്മം നൽകിയ പിതാവും സ്വന്തം മകനെക്കുറിച്ച് അല്ലെങ്കിൽ മകളെക്കുറിച്ച് കളവ് പറയുമോ എൻ്റെ ബോസിന? ഞാൻ പറയോ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെ കളവ്? അല്ല. നമ്മുടെ ഉമ്മ പറയോ എന്നെക്കുറിച്ച് ഞാനാണ് കള്ളൻ, ഞാനാണ് കട്ടത്, ഞാനാണ് അവളങ്ങനെ ചെയ്തത്, ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, കൊല്ലാൻ ശ്രമിച്ചത് എന്ന് നമ്മളെ ഉമ്മ പറയോ? പക്ഷേ സിനാൻ്റെ ഉമ്മയാണ് എല്ലാം പറഞ്ഞത്. സിനാൻ്റെ ഉമ്മ മാത്രം നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്നും ഷാഹിനയുടെ കൂടെ ജീവിക്കാനാണ് വേണ്ടിയെന്നും നിൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അവനാണെന്നും എല്ലാം പറഞ്ഞത് അവൻ്റെ പെറ്റ ഉമ്മയാണ്, റഷീദ ഉമ്മ. അത് നീ മറക്കണ്ട. ഉമ്മമാർ മക്കളെ കുറിച്ച് കള്ളം പറയാറില്ല, എപ്പോഴും രക്ഷപ്പെടുത്താറേ നോക്കാറുള്ളൂ. എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ. മക്കളെ രക്ഷപ്പെടുത്തുവാനേ അവർ എപ്പോഴും ശ്രമിക്കുള്ളൂ. അവർ കുറ്റത്തിലകപ്പെട്ടാലും അവർക്ക് ശിക്ഷ ലഭിച്ചാലും അവരെ രക്ഷപ്പെടുത്തുക മാത്രമേ ഏതൊരു ഉമ്മയും ചെയ്യുള്ളൂ. ഒരു ബുദ്ധിയുള്ളൊരു ഉമ്മ അല്ലെങ്കിൽ പടച്ചവനെ പേടിയുള്ളൊരു ഉമ്മ അങ്ങനെ ചെയ്യുള്ളൂ മക്കളെ രക്ഷിക്കാൻ. ഏതൊരു ഉമ്മമാർക്കും മക്കളുടെ രക്ഷയായിരിക്കും. എന്താ എൻ്റെ പെണ്ണ നീ പറയുന്നത്? അവനെ കുറിച്ച് കുറ്റം മാത്രം അവൻ്റെ ഉമ്മയും ഒപ്പയാണ്. നമ്മളാരും അവനെ കുറ്റപ്പെടുത്തിയിട്ടേ ഇല്ല. അവൻ്റെ ഉമ്മയും ഒപ്പയും മാത്രമാണ് അവനെ കുറ്റപ്പെടുത്തിയത്. ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലൊക്കെ കണ്ടതല്ലേ നമ്മൾ. അവർ സ്വന്തം മാതാവും പിതാവും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആര് പറഞ്ഞത് വിശ്വസിക്കുക? എൻ്റെ പെങ്ങളുട്ടിയെ ഈ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പറയുന്നത് അനുസരിക്കുള്ളൂ. എനിക്ക് ഇനി ഒന്നും ആര് പറയുന്നത് ഞാൻ അനുസരിക്കൂല. നീ എന്താ പറയണത് അതിനനുസരിച്ച് ഞാൻ നിൽക്കും. എന്താ അവളുടെ ആങ്ങള പറയുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ആങ്ങള, എൻ്റെ ഇക്കാക്ക പോകണം ആരുടെ അടുത്തേക്ക്? ഷാഹിനയുടെ അടുക്കിലേക്ക്. അവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞാൽ അവളൊരു പക്ഷേ സത്യം പറയുമായിരിക്കും. അല്ലാതെ ഈ ദുനിയാവിൽ എനിക്ക് അനുകൂലമായി നിൽക്കാൻ ഇവിടെ ആരുമില്ല. എല്ലാം എനിക്കെതിരാണ്. പോകുമോ എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കല്ലേ? ഷാഹിനയുടെ അടുക്കിലേക്ക് പോന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഇക്കയുടെ കൂടെ അറബി ഉമ്മയെ കാണാൻ വരും സൗദിയിലേക്ക് ഉംറക്ക്. പക്ഷേ അതിനു മുമ്പ് ഇക്കാക്ക അവളെ ഒന്ന് കാണണം, സംസാരിക്കണം, എല്ലാ സത്യങ്ങളും ചോദിച്ചറിയണം. അവൾ കരഞ്ഞുകൊണ്ട് അത് പറയുന്നു. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ആ രാത്രിയിൽ അതാ ഉസ്താദിന് ഉറക്കമില്ലായിരുന്നു. അദ്ദേഹം തിരിഞ്ഞും മറഞ്ഞും കിടക്കുന്നത് കണ്ട് ഭാര്യ ചോദിക്കുന്നു, അല്ലിക്ക എന്തു പറ്റി? ഇന്ന് ഉറക്കില്ലല്ലോ? പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഉറങ്ങാഞ്ഞാൽ ഇനിയിപ്പോൾ 4-5 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ മദ്രസ തുറക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡ്യൂട്ടി തുടങ്ങാനായി. എന്താ ഇന്നിങ്ങനെ ടെൻഷന്? വെള്ളം കുടിക്കുകയാണ്, എഴുന്നേറ്റ് ഇരിക്കുകയാണ്, ഉറക്കം കിട്ടുന്നില്ല, തഹജ്ജുദിന് സമയമായിട്ടില്ല, എന്താ ഇങ്ങനെ? പിന്നെ എൻ്റെ പെങ്ങളെന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ട് എന്നോട് പറയുന്നത് സത്യം ഇതല്ലേ ഇക്കാക്ക? സത്യങ്ങളെല്ലാം ഷാഹിനെ പറയും, ഓളോട് പറയൂ എന്നൊക്കെയാണ് പറയണത്. ഒന്ന് സംസാരിക്കാൻ ഞാൻ എങ്ങനെ ഒരു അന്യം പെണ്ണിൻ്റെ മുമ്പിൽ പോയിട്ട് സംസാരിക്കുക? ഇക്ക, സത്യം അതാണെങ്കിൽ നമുക്കത് തെളിയിക്കണമല്ലോ. അല്ലാതെ ഒരു പെൺകുട്ടിനെ എത്ര കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? അതിന് ഞാനെങ്ങനെ? ഇക്ക, ഞാനും വരാം നിങ്ങളെ കൂടെ. നിങ്ങൾ വിഷമിക്കല്ലേ, നമുക്ക് 2 പേർക്കും കുഞ്ഞിനെയും കൂട്ടി ഓലെ വീട്ടിലേക്ക് പോകാം. എന്താ എടീ, നമ്മൾ ഇഷ്ടമില്ലാത്ത പോലെ നമ്മളെ പെങ്ങളെ അത്രക്കും കഷ്ടപ്പെടുത്തി ആ വീട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ പുറത്തുനിന്നെങ്കിലും കാണേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാം? എങ്ങനെയെങ്കിലും സത്യം അറിയണമല്ലോ, സത്യാവസ്ഥ. വീട്ടുകാർ വരെ ഓനെ കുറ്റപ്പെടുത്തി. പക്ഷേ മുഹ്സിനെ മാത്രം അവനെക്കുറിച്ച് നല്ലത് മാത്രം പറയാം. അതിലാവുമ്പോൾ തന്നെ നമുക്ക്, അല്ലെങ്കിൽ സാധാരണത്തെ രീതിയിൽ ഭാര്യമാരായിരിക്കും ഭർത്താക്കന്മാരെ കുറ്റം പറയുക, അവൻ അങ്ങനത്തോനെ ഇങ്ങനത്തോനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. അവൾക്ക് ഒരു കുറ്റവും അവനെക്കുറിച്ചില്ല പറയാൻ. നമുക്ക് സത്യങ്ങൾ അറിയണേ കാക്ക. സിനാൻ്റെ 2ാം ഭാര്യ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, എടി നീ കേട്ടോ, അവളെന്നോട് പറയാണ്. എന്ത്? അത് സിനാൻ്റെ 2ാം ഭാര്യ അല്ല, അവളെ കല്യാണം കഴിച്ചിട്ടില്ല, അവളെ വെറുതെ ഉമ്മാക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്.
എന്നിട്ട് അവർ ഗൾഫിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. പഠിച്ചോനെ, അങ്ങനെയാണോ? അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് കൊണ്ടുവന്നു, വലിയ പരിപാടി ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, റൂമൊക്കെ മാറ്റി എന്നൊക്കെയല്ല പറഞ്ഞു കേട്ടത്. എന്നിട്ടിപ്പോൾ എന്തായി? അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഇൻഷാ അല്ലാ. ആയിക്കോട്ടേക്ക, ഞാനുണ്ട് നിങ്ങളെ കൂടെ. സത്യം തെളിയണം. അതാരൊക്കെ തന്നെയായാലും നമ്മളൊരാളെയും തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഇത്രയും ദിവസം നോമ്പ് നോറ്റതൊക്കെ വെറുതെ ആയി പോവില്ലേ? പഠിച്ചോ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മൾ തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മായണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ തീർച്ചയായും എല്ലാം ശരിയാവും. ഇക്ക, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ആയിക്കോട്ടെ, നാളെ തന്നെ നമുക്കതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാം. ഒരു പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആട്ടിയകറ്റും, കുഴപ്പമില്ല. സത്യം അറിയണം. എന്തൊക്കെ തന്നെയായാലും മുഹ്സിയുടെ വേദനയേറിയ ആ ഒരു മനസ്സെനിക്ക് കാണാൻ കഴിയുന്നില്ലക്ക. ഓൾ അങ്ങനെയല്ലായിരുന്നു, നല്ല മോളായിരുന്നു. നാത്തൂനെ കുറിച്ച് കൂടുതലായിട്ട് അങ്ങനെ അവൾ പറയുന്നു. ഇക്ക, എനിക്ക് നല്ല പരിചയമാണ് അവളെ. കുറച്ച് ദിവസം നല്ല ഞങ്ങൾ ഒരുപാട് കൂടെ നിന്നതാണ്. നല്ല മോളാണ്. അവളങ്ങനെ കളവായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോഴും അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല മനസ്സിൽ നല്ല വേദനയുണ്ട്. എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പേരിലാണ് നമ്മൾ അവരെങ്ങനെ വേർപിരിച്ചതൊക്കെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈറാണെങ്കിൽ പഠിച്ച പോലെ ഒരുമിപ്പിക്കട്ടെ, ഷർറാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. അതുമാത്രം ഞാൻ ഇപ്പോഴും ദുആ ചെയ്യുന്നുള്ളൂ. പക്ഷേ സത്യങ്ങൾ അറിയണം. ഇക്ക, ഞാൻ ഉണ്ട് നിങ്ങളെ കൂടെ ഇൻഷാ അല്ലാ. അങ്ങനെ അതാ മുഹ്സിനയുടെ ആങ്ങളെയും നാത്തൂനും ഇറങ്ങിത്തിരിക്കുന്നു സത്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.